നമസ്കാരം. ഞാൻ കവാല ശശികുമാർ. മുഖ്യമന്ത്രി വി ഡി സതീശനും ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണും വിവാദത്തിലാണല്ലോ. ഞാൻ പക്ഷേ ഈ ചില കാര്യങ്ങൾ അവരുടെ കൂടെയാണ്. അതേസമയം അവരോട് കടുത്ത വിയോജിപ്പുകൾ ചില കാര്യങ്ങളിലുണ്ട് താനും. നിങ്ങളും ഞാൻ പറയുന്നത് കേട്ടാൽ യോജിക്കും വിയോജിക്കും. വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചത്. അത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് രോഗിയായി ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നാണ് വ്യാഖ്യാനം വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ചില നിക്ഷേപകരെ കാണുവാൻ വേണ്ടിയുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നു. അങ്ങനെയല്ല, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അത് നിയമപരമായി പ്രശ്നമില്ല, അതിനകത്ത് ധാർമ്മികമായും പ്രശ്നമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 80 ലക്ഷം രൂപ മുടക്കിയാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. 25 മണിക്കൂർ അതിന്റെ യാത്ര സൗജന്യവുമാണ്. അങ്ങനെ സൗജന്യമാണ്, ഒരു ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, എന്നാൽ പിന്നെ കയറി പോയേക്കാം എന്ന് വെച്ച് പോകുമ്പോഴാണ് പ്രശ്നമാണ്. അങ്ങനെയല്ല, ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. അത് വെറുതെ ഉപയോഗിക്കാതിരിക്കുന്നത് തെറ്റാണ് താനും. വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പുതിയ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യുന്നതിനും തടസ്സമില്ല എന്നാണ് എൻ്റെ പക്ഷം. അതായത് മുഖ്യമന്ത്രിക്ക് അത്യാവശ്യം വേണ്ടി വന്നാൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്യണ്ടേ? അത് വേണ്ടേ? അതിനെന്താ തടസ്സം? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനൊക്കെ കാരണമായി പറയുന്നത്. പിന്നെയൊന്ന്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇങ്ങനൊരു വിമാനം വാടകയ്ക്ക് എടുത്ത സമയത്ത് അതിന് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കും വിമർശിച്ചു എന്നുള്ള കാരണമാണ് പറയുന്നത്. അതൊക്കെ സംഭവിക്കാം, അന്നത്തെ സാഹചര്യത്തിൽ വിമർശിക്കാം. എന്ന് വെച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് ഒരിക്കലും ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ കാണേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് മാത്രമാകരുത് വിവാദം. സംസ്ഥാനത്ത് സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ വരുത്തിവെക്കുന്ന അനാവശ്യ ചെലവുകൾ, ഉദ്യോഗസ്ഥന്മാർ വരുത്തിവെക്കുന്ന അനാവശ്യ ചെലവുകൾ, സർക്കാരിൻ്റെ വഴിവിട്ട രീതിയിൽ ഇതുവരെ നടത്തിയിരുന്ന ധൂർത്തുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കേണ്ടത്. അവിടെയാണ് നിയന്ത്രണം വേണ്ടത്. അതിനെക്കുറിച്ച് ആരും എന്താ പറയാത്തത്? അതാണ് ദുർച്ചെലവും പാഴ്ചെലവും. ആ പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുടെ വിയോഗത്തിൽ അദ്ദേഹം അവിടെ പോയി അന്ത്യകർമ്മങ്ങൾക്ക് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു: എൻ്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ഞങ്ങൾ വീട്ടിലെ ആളുകൾ മാത്രം ചേർന്നിട്ട് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ വിഐപികൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അങ്ങോട്ടേക്ക് വരണ്ട, അത് അവിടെ സ്വകാര്യമായ ചടങ്ങായി നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ സർക്കാരിൻ്റെ ചിലവ് അതിനകത്ത് ഭാഗമാണ്, തുടങ്ങിയ പല കാര്യങ്ങളും അതിന് കാരണങ്ങളാണ്. അപ്പം അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊരു തീരുമാനമൊക്കെ എടുക്കാനായിട്ട് ഒന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം ഈ തരത്തിൽ വിവാദമാക്കുന്നത് അതിനോട് യോജിക്കാൻ കഴിയുകയില്ല. മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കണം. അതാണ് വേണ്ടത്. അതാണ് മുഖ്യമന്ത്രിയുടെ പദവി എന്ന് പറയുന്നത്. 2, മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു അത്രേ. ഇവിടെ വെള്ളപ്പൊക്കം നടക്കുന്നു, മഴക്കെടുതി ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മലപ്പുറത്ത് പോയി ആഡംബര ഭക്ഷണം കഴിച്ചു, ആർഭാട ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. മുഖ്യമന്ത്രി എന്താ പട്ടിണി കിടക്കണം? മുഖ്യമന്ത്രി പട്ടിണി കിടക്കേണ്ട ആളല്ല. മുഖ്യമന്ത്രിയുടെ ആരോഗ്യം, നമ്മുടെയും കൂടി ആരോഗ്യം ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കണം. പക്ഷേ ഈ CH മേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ, EMS മുഖ്യമന്ത്രിയായിരിക്കെ ഒക്കെ അവർ നയിച്ച ലളിത ജീവിതം എന്നൊക്കെയുള്ള ചില പ്രചാരണങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അറിയില്ല. അന്നത്തെ കാലത്ത് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രങ്ങളാണ്. അന്നത്തെ കാലത്ത് ആൾക്കാർ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞതാണ്. ഇന്നത്തെ പോലെ മീഡിയയ്ക്ക് അത്രമാത്രം സ്വാധീനമില്ലാത്ത സ്ഥലത്ത് അന്നത്തെ കാലത്തെ PR ആണോ അതൊന്നും നമുക്ക് അറിയാനാവില്ല. അത് വേറൊരു ഭാഗം. അത് നിൽക്കട്ടെ. അങ്ങനെ അല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്നതിന് എന്താ തടസ്സം? അത് മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്നില്ല. മലപ്പുറത്തിൻ്റെ ഒരു ശരാശരി ഭക്ഷണ സംസ്കാരം അനുസരിച്ചുള്ള ഒരു സൽക്കാര പരിപാടി മാത്രമായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒരു സൽക്കാരത്തിൻ്റെ ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടുത്തെ ഇഫ്താർ വിരുന്നുകൾ എത്രമാത്രം ആഡംബരപൂർണ്ണമാണ് ആയാണ് നടക്കുന്നത്. സൽക്കാരങ്ങളെല്ലാം മലബാർ മേഖലയിലെ ഭക്ഷണ വൈശിഷ്ട്യത്തിൻ്റെ അതിൻ്റെ വായ്ത്താരികളും പാണന്മാരുടെ പാട്ടുകളും ഒക്കെ നമ്മൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ക്രമവും ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ അനുസരിച്ചായിരിക്കും ഒരു പക്ഷേ അത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ മേശമേൽ ഉണ്ടായതൊക്കെ. പിന്നെ മറ്റൊന്നുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മൾ VIPകൾ എന്ന് വിളിക്കുന്ന ആളുകൾ വരുമ്പോൾ അവരോട് നേരത്തെ ചോദിച്ചിട്ട് ഇന്ന് എന്താ ഭക്ഷണം വേണ്ടതെന്ന് ചോദിച്ച ശേഷം ഉണ്ടാക്കുന്ന സംസ്കാരമൊന്നും നമുക്കില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. ആഡംബരമുണ്ട്, അതിൻ്റെ പേരിൽ ധൂർത്തുണ്ട്. ഇത്തരം ധൂർത്തുകളൊക്കെ ഒഴിവാക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അതിഥി ആണ് തീരുമാനിക്കുന്നത് ആതിഥേയൻ്റെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്. പക്ഷേ അത് സർക്കാരിൻ്റെ ചെലവിലാണെങ്കിൽ നിശ്ചയമായും ആ കാര്യത്തിൽ ഞാൻ വിയോജിക്കുകയുണ്ടായി. നമ്മൾ വേറെ ഒന്ന് ആലോചിക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ഒരു നവ കേരള യാത്ര നടത്തിയല്ലോ. ആ യാത്രയുടെ മെനു ഒക്കെ നമ്മൾ കണ്ടതല്ലേ.
ആ രാവിലെ കഴിക്കാൻ മന്ത്രിമാർക്ക് പിന്നെ തയ്യാറാക്കിയിരുന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്ന ഭക്ഷണം, അതിന് വരുന്ന ചിലവൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ വേറൊന്നുണ്ട്, നിയമസഭാ സമ്മേളനങ്ങൾ ഓരോന്ന് നടക്കുമ്പോഴും അതിൻ്റെ ചോദ്യോത്തര വേളയിൽ ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ സമയത്തും മാധ്യമങ്ങളിലൊരു വാർത്ത വരും. ഇന്ന മന്ത്രി ചായ സൽക്കാരത്തിന് ചെലവഴിച്ചത് ഇത്ര രൂപ, ഇന്ന മന്ത്രി ഇന്നതിന് ഇത്ര രൂപ. അതൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കഴിയുമെങ്കിൽ അത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അപ്പോൾ അത് മറ്റൊരു ഭാഗം. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് കേട്ടോ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിക്കുന്നത് ഹിമാലയത്തിൽ നിന്നോ തായ്വാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കൂണാണ്. ആ കൂണ് 1 കിലോയ്ക്ക് 4 ലക്ഷം രൂപയാണ് വില. അങ്ങനെ അദ്ദേഹം 1,20,00,000 രൂപ പ്രതിമാസം ഇതിനുവേണ്ടി മാത്രം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു. 2019 തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു തോന്നുന്നു അത്തരത്തിലുള്ള പ്രചാരണം ഉണ്ടായത്. പക്ഷേ വാസ്തവം എന്താണെന്നറിയോ, അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ലഭ്യമായിരുന്ന ഒരു പ്രത്യേകതരം കൂൺ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ഒരു സമയത്ത് അദ്ദേഹം ഒരു അഭിമുഖത്തിലോ മറ്റോ പറഞ്ഞു. അതൊരു കാര്യം. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമത്തിനകത്ത് കൂണൊന്നും നിർബന്ധമുള്ള കാര്യവുമല്ല. മൂന്നാമത്, ഇതിനെ സംബന്ധിച്ചുള്ള വിവരാവകാശ പ്രകാരം നേടിയ രേഖയനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ അടുക്കളയുടെ ചെലവ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു ഭാഗം. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഈ തരത്തിൽ താരതമ്യത്തിനല്ല ഞാൻ പറഞ്ഞത്, ആ കാര്യത്തിൽ നമുക്ക് ആ മാതൃക പിന്തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയില്ല. കണ്ടുപിടിക്കണം, നോക്കാം, ശ്രമിക്കാം. ഇനി വി ഡി സതീശൻ്റെ പത്രസമ്മേളനങ്ങളാണ് അടുത്ത വിഷയം. വി ഡി സതീശൻ്റെ പത്രസമ്മേളനങ്ങൾ അത് ഒന്നോ രണ്ടോ വീഡിയോകളിൽ ഇത് സംബന്ധിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ മിക്കവാറും അധിക പ്രസംഗങ്ങളുമായി പോകുന്നുണ്ട്. അത് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കണം എന്ന് 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലാതെ വിശദീകരിച്ചിട്ട് ഒന്നും കാര്യമില്ല. ഉത്തരം മാത്രമേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു തുറന്ന പുസ്തകമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഒരു കുത്തഴിഞ്ഞ പുസ്തകത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവും MLA യും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ ആവശ്യമുണ്ടായിരുന്നു, അമിതമായ ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വിശദീകരിച്ചും ആവശ്യമുള്ള സമയത്തും ആവശ്യമില്ലാത്ത സമയത്തൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാവും, മറുപടിയും കൊടുത്തിട്ടുണ്ടാവും വിശദമായി. പക്ഷേ അതൊന്നും പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ളൊരു ബോധമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ദേശാഭിമാനിയുടെ ലേഖകനും കൈരളി TV-യുടെ ലേഖകനും റിപ്പോർട്ടറും ഒക്കെ തലയിൽ കയറി നിറങ്ങാനുള്ള ഇട കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാതിരിക്കണമെങ്കിൽ അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം പോലും ചോദിക്കാനാവാതെ കേൾക്കുന്നത് മാത്രം എഴുതിയും ഒക്കെ ജീവിച്ചതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയൊക്കെ ഓവർ ടൈം ചെയ്ത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതാക്കാം. മാത്രമല്ല ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാനുള്ള താല്പര്യമുണ്ടാവും. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു മറുപടിയിലെ ഒരു പരാമർശമുണ്ട്. ഇതും ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തരാറില്ലേ, വേറെ ആരാണ് ഇത് കൂടുതലിരുന്നത്, ഇതും കൂടി വേണ്ട എന്ന് വെക്കണോ? മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. സർക്കാരിൻ്റെ കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയിട്ട് വാസ്തവത്തിൽ ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചാൽ മതി. പിന്നെ മുഖ്യമന്ത്രി തന്നെ എന്തിനു പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണല്ലോ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ മറ്റു വേദികളുണ്ടല്ലോ, ആ വേദിയിൽ പറഞ്ഞാൽ പോരെ. ജനങ്ങളോട് വിശദീകരിക്കാൻ മാർഗം വേറെയുമുണ്ട്. അപ്പോൾ ഉടനെ ചോദിക്കും പിണറായി വിജയൻ്റെ കാര്യം പറയും. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ലേ, മാറി നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എഴുന്നള്ളിക്കാൻ സാധ്യതയുണ്ട്. അത് പിണറായിയുടെ രീതിയാണ്. പക്ഷേ പത്രസമ്മേളനം കൊണ്ട് ജനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരെയും മടുപ്പിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ജനങ്ങളെയും മടുപ്പിച്ചു പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്ലോ മോഷൻ പത്രസമ്മേളനം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് വേറെ കഥ. ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ കാര്യമാണ്. നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ആക്ഷേപം പത്രസമ്മേളനം നടത്തുന്നില്ല എന്നുള്ളതാണ്. 12 വർഷമായി ഇതുവരെ ഏതെങ്കിലും പത്രസമ്മേളനം നടത്തിയോ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എന്തിന് പത്രസമ്മേളനം? ഇപ്പം മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിടുന്ന അതേ പ്രശ്നം തന്നെയാണ്. ആവശ്യമുള്ള ചോദ്യങ്ങൾ, അറിയുവാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അത് നരേന്ദ്രമോദിക്ക് ബോധ്യപ്പെട്ട ശേഷമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് ഇത്രമാത്രം അകലം പാലിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നത്. പക്ഷേ മാധ്യമസിംഹങ്ങളില്ലെങ്കിൽ പോലും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവും, ജനങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കാനാവും എന്ന് തെളിയിച്ചു ഉള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയം. ആ വഴി ഒരുപക്ഷെ വി ഡി സതീശനും തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ, അതിനും തകരാറൊന്നുമില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി സതീശനോട് വിയോജിക്കാതെ വയ്യ. കാര്യം ഭക്ഷണം കഴിച്ചോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷേ ജനങ്ങൾക്കെല്ലാം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടോ, അത് ലഭ്യമാണോ, അത് ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള ചുമതല അദ്ദേഹത്തിനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്ന ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഇല്ലേ, ആ വാർത്തകളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടോ ഭക്ഷണം കഴിക്കാനുള്ള കൊതിമൂലമൊന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇത്രമാത്രം വ്യസനം അനുഭവിച്ച് ഇത്രമാത്രം നിർണായകമായ ഒരു ഘട്ടത്തിൽ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ആശ്വാസകരമായ രീതിയിൽ ഭക്ഷണമെങ്കിലും ലഭിക്കണ്ടേ, ഞങ്ങളുടെ കുട്ടികൾക്ക് വിശന്ന് കരയുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർക്കൊരു ഭക്ഷണം കൊടുക്കണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് മുഖ്യമന്ത്രി കേൾക്കേണ്ടതുണ്ട്.
2, മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാം, ആകാശത്തിലൂടെയോ ജലത്തിലൂടെയോ റോഡിലൂടെയോ ഏത് മാർഗത്തിലും യാത്ര ചെയ്യാം. പക്ഷേ സമാനമായതല്ലെങ്കിൽ പോലും ആശ്വാസകരമായ യാത്ര അത് ജനങ്ങൾക്ക് ഉറപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വർത്തമാനം പറയണ്ടോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാക്കണം, ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയാണ് എന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിലാവട്ടെ പ്രവൃത്തികളിലാകട്ടെ എല്ലാം തോന്നേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില വീഴ്ചകളോടാണ് കടുത്ത വിയോജിപ്പ് മുഖ്യമന്ത്രിയോടുള്ളത്. കാര്യം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ കിടന്ന് ആക്രോശിക്കുകയും വളരെ കർശനമായി ഞാൻ വന്നു കഴിഞ്ഞാൽ വിസ്മയങ്ങൾ ഉണ്ടാക്കുകയും പറഞ്ഞൊരു മുഖ്യമന്ത്രി ഈ തരത്തിൽ വിസ്മയത്തിന് പകരം ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടമാണ്. രണ്ടാമത്, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി PD സതീശൻ്റെ മന്ത്രാലയത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി CP ജോൺ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ്. അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാണ്, അത് കേരള വിരുദ്ധമാണ് എന്നൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനോട് യോജിക്കുന്നില്ല. പല കാര്യങ്ങളിലും CP ജോണിനോട് യോജിക്കാൻ പറ്റുന്ന, രാഷ്ട്രീയത്തിലായാലും കൊള്ളാം വ്യക്തിപരമായാലും കൊള്ളാം യോജിക്കാൻ കഴിയുന്ന ആളും കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു ധാർഷ്ട്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു പഴയ സഖാവാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നതാണ്. ബ്രാക്കറ്റിൽ പേരുകളിട്ട് പലതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിൽ ബ്രാക്കറ്റിൽ പേരിടാതെ ഈ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി CPMന് പകരം CMB എന്ന് പറയുന്ന മറ്റൊരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ തലപ്പത്താണ് ഉള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സഖാവുണ്ട്. ആ സഖാവിൻ്റെ ധാർഷ്ട്യം ഇല്ലാതിരിക്കില്ല. പക്ഷേ അതാണ് പ്രശ്നം. അവർക്ക് പ്രകടിപ്പിക്കേണ്ട വേദിയിൽ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, ഏത് ഉചിതമായ വേദിയാണോ എന്നുള്ളത് നോക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ എല്ലാം പൊതുവായിട്ടുള്ളൊരു പ്രശ്നം. അങ്ങനെ തിരുവനന്തപുരത്ത് ഈ തരത്തിൽ ഒരു ജനകീയനായി മാറിയിരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് MLA ആവുകയും ചെയ്തത്. അപ്പോൾ കേരള ജനതയുടെ പൊങ്ങച്ചവും യാഥാർത്ഥ്യവും ചർച്ചയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് CP ജോൺ ശ്രമിച്ചത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിൻ്റെ വേദി ഈ ഗതാഗത വകുപ്പിൻ്റെ ഒരു വേദിയും ഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേദിയും സ്ത്രീകൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി, സൗജന്യ യാത്ര ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രിയദർശിനി യാത്രാ സംവിധാനത്തെക്കുറിച്ചുള്ള പരാമർശവും കൂടി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു വേദിയിലായി പോയി എന്നുള്ളത് ഒരു തെറ്റു തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞത് സ്ത്രീവിരുദ്ധമാണെന്നാണ് പറയുന്നത്. കാര്യം സൗജന്യമായി ലഭിക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീകൾ ധാരാളം തള്ളിക്കയറുന്നു. അങ്ങനെ ഈ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചിരിക്കുന്ന ബസ്സുകളിൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സൗജന്യം തേടി പോകുന്ന സ്ത്രീകൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് സർക്കാർ സ്കൂളുകളിലല്ല, പകരം വലിയ ഫീസ് കൊടുക്കുന്ന സ്ഥലങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് മറ്റാവശ്യങ്ങൾക്ക് ആശുപത്രിയിലേക്കുള്ള ചെലവിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ ചെലവേറിയ ആശുപത്രിയിലേക്ക് പോകുന്നതിന് പകരം നേരെ സർക്കാർ ആശുപത്രിയിലേക്ക് വന്നിട്ട് അവിടുത്തെ തറയിൽ കിടക്കാൻ തയ്യാറാകുന്നു. ഇങ്ങനെ ഒരു ഹിപ്പോക്രസി ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഉണ്ട് എന്ന് പറയുവാൻ വേണ്ടി അത് സ്ത്രീകളുടെ ഈ യാത്ര സംബന്ധിച്ച വിഷയമായതിനാൽ അത് സ്ത്രീകളിലേക്ക് ചുറ്റിപ്പറ്റി പോയി എന്ന് മാത്രമാണ് എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ സത്യമാണ്. ഈ കേരളത്തിലെ ജനതയുടെ ഒരു 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 ഈ ഫ്രീക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലില്ലേ, ആ പരക്കം പാച്ചിൽ പ്രബുദ്ധ കേരളത്തിലെ ജനതയുടെ ചിലരുടെയെങ്കിലും മനസ്സിലെങ്കിലും ഇനിയും അത് അനുസരിച്ചിട്ട് പാകപ്പെട്ടിട്ടില്ല. അതാണ് ഫ്രീ എന്ന് കേട്ടാൽ ചാടി ഓടി എവിടെയായാലും ഓടിച്ചില്ലും. പക്ഷേ പൈസ കൊടുക്കേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ അതിൽ നിന്ന് പിന്മാറി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സൗജന്യമായി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിനോട് വിയോജിക്കാതിരിക്കാനാവില്ല. കാര്യം ആരാണ് ഈ ഫ്രീ സംസ്കാരം കൊണ്ടുവന്നതെന്നൊരു പ്രശ്നമുണ്ട്. ആരാണ് ഈ പൊങ്ങച്ച കേരളം വളർത്തിയതെന്നൊരു പ്രശ്നമുണ്ട്. ആരാണ് ഈ കേരള മോഡലാണ് ലോകത്ത് മുഴുവൻ മാതൃകയെന്ന് പ്രചരിപ്പിച്ചതെന്നൊരു പ്രശ്നമുണ്ട്. ആ കാര്യത്തിലൊക്കെ CP ജോണിനും പങ്കുണ്ടല്ലോ. പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്തെ എല്ലാ ആൾക്കാർക്കും ഫ്രീ കിറ്റ് കൊടുത്ത സമയത്ത് ഏറ്റുവാങ്ങുവാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ആ ഫ്രീ കിറ്റ് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ ഫ്രീ കിറ്റ് കൊടുത്തത് ജനങ്ങളുടെ ആത്മാഭിമാനത്തെ പോലും ഒരുപക്ഷെ വ്രണപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. KSRTCയിലെ സൗജന്യ യാത്രകൾക്ക് സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സമയത്ത് അത് തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനമായിരുന്നു, UDFന്റെ പ്രഖ്യാപനമായിരുന്നു. ആ UDFൽ CP ജോണും ഉണ്ടായിരുന്നു. അന്നേരം ഈ തരത്തിൽ തോന്നിയില്ലല്ലോ. അതൊരു പ്രശ്നമാണ്. എല്ലാ സ്ത്രീകൾക്കും വേണ്ട എങ്കിൽ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പൈസ വാങ്ങാം എന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? സ്ത്രീകൾ അതിന് തയ്യാറായിരുന്നല്ലോ, അത് പ്രഖ്യാപിക്കുവാൻ വേണ്ടി അത് ചെയ്യുവാൻ തയ്യാറായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ സൗജന്യം അനുഭവിച്ചേ തീരൂ എന്ന് ആരുടെ വാശിയായിരുന്നു? ആ വാശി പിടിച്ച ഇപ്പോഴത്തെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൻ്റെ UDFന്റെ സംവിധാനത്തിലുള്ള ആളായിരുന്നല്ലോ ഈ CMP നേതാവ് CP ജോണും. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇവിടെയും പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയേണ്ടി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗജന്യങ്ങൾ ആർക്ക് കൊടുക്കണം, ആരാണ് അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കാൻ കഴിയാതെ എല്ലാ ആൾക്കാർക്കും സൗജന്യം കൊടുക്കാൻ തുടങ്ങി ഫ്രീ കിറ്റ് കൊടുത്ത ഒരു സർക്കാരിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സർക്കാരും. ഭരണത്തിൻ്റെ രാഷ്ട്രീയം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേന്ദ്ര സർക്കാർ അങ്ങനെ ആയിരുന്നില്ല. നരേന്ദ്രമോദി നാരീശക്തിയെ സ്ത്രീശക്തിയെ ഡിഫൈൻ ചെയ്തത്, അതിനെ നിർവചിച്ചതും അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തതും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. സ്ത്രീ ശാക്തീകരണം എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് ഉന്നയിച്ച ആൾക്കാരും സങ്കല്പത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള ചില ആവിഷ്കരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ആ വിഭാവനം ചെയ്തത് അങ്ങനെയാണ്. അതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. മറിച്ച് മോദി ഗ്യാരണ്ടിക്ക് പകരം ഒരു ഇന്ദിരാ ഗ്യാരണ്ടി ഇരിക്കട്ടെ എന്ന് കരുതി
അത് നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ഓർമ്മിക്കണമായിരുന്നില്ലേ രാഹുൽ ഗാന്ധിയാണ് എന്നെങ്കിലും. രാഹുൽ ഗാന്ധിക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് എന്ത് പരിജ്ഞാനമാണുള്ളത്? ചെയ്തതെല്ലാം അബദ്ധമായിരുന്നില്ലേ? കേരളത്തിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കർണാടകത്തിൽ ഉണ്ടായിരുന്നില്ലേ? തെലങ്കാനയിൽ ഉണ്ടായിരുന്നില്ലേ? അവിടെ എല്ലാം ഉണ്ടായിട്ട് എന്താ സംഭവിച്ചത്? പരാജയമായിരുന്നില്ലേ? അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ CM നേതാവ് ഈ പറഞ്ഞതിൽ വാസ്തവമുണ്ട്, അതായത് ചിന്തിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ട പ്രശ്നമുണ്ടെങ്കിലും അത് പറഞ്ഞ വേദി, പറഞ്ഞ രീതി, പറഞ്ഞ വിഷയം അതൊക്കെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഒരേ സമയം CP ജോണിനോട് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യേണ്ട അവസ്ഥ അതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞ ഇതാണ്. ഇപ്പോൾ CM നേതാവ് പറഞ്ഞതിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ധാരാളം വിഷയങ്ങൾ മറ്റുണ്ടെങ്കിലും CM നേതാവ് പറഞ്ഞതുപോലെ തന്നെ CPM നേതാവ് ഒരു ജോസഫൈൻ ഉണ്ടായിരുന്നു, വനിതാ കമ്മീഷൻ്റെ ആളും കൂടിയായിരുന്നു. അപ്പോൾ ജോസഫൈൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, ഒരു പരാതി പറഞ്ഞ ഒരു സ്ത്രീയോട്. അതേ പറയാനുള്ളൂ, അനുഭവിച്ചു. ചെയ്യുന്നതിൻ്റെ ആണ് കിട്ടുന്നത്, ചെയ്തതിൻ്റെയാണ് കിട്ടുന്നത്. അത് അനുഭവിക്കാതെ മാർഗമില്ല, അനുഭവിച്ചു. നമസ്കാരം, വീണ്ടും കാണാം.